Welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമുക്കൊരു വെജിറ്റേറിയൻ ചെയ്യാം അല്ലേ? എപ്പോഴും വെജിറ്റേറിയൻ സമയത്ത് കർക്കിടവാവ്, കർക്കിട മാസം, നോയമ്പ് മാസം എന്നൊക്കെ ഭയങ്കര വാചകം അടിച്ചിട്ട് ഇടയ്ക്ക് കയറി ഒരു നോൺ വെജും ചെയ്തേച്ച് വർത്താനം പറയുന്നു എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് രണ്ടും ആവശ്യമുള്ളതുകൊണ്ട് നമുക്ക് ഇന്നൊരു വെജിറ്റേറിയൻ ചെയ്യാം. വെജിറ്റേറിയൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ ഞാൻ ഇത് തന്നെയാ പറയുന്നത് അല്ലേ, എന്നതാ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. പിന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത് പനീർ തന്നെയാ, നാച്ചുറൽ. ഞാൻ പനീറിലോട്ട് തന്നെ പോവുക. ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പിയുടെ പേര് പനീർ കൊലാപ്പൂരിയാ ചെയ്യുന്നത്. ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് കുറച്ച് സ്പൈസി ആണ്, എന്നാൽ ടു സ്പൈസി അല്ല. സ്പൈസി ആക്കണ്ടെന്നുണ്ടെങ്കിൽ അതാക്കുകയും വേണ്ട. പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു സൗത്ത് ഫ്ലേവർ വരും. കാര്യം ഇതിനകത്ത് തേങ്ങ ഒക്കെ അരയ്ക്കുന്നുണ്ട്, വറക്കുന്നുണ്ട്. ഒരുപാട് അങ്ങ് തീയൽ പോലെ വറുക്കല്ല ചെയ്യുന്നത്, പക്ഷെ എന്നാൽ ഇച്ചിരി ബ്രൗൺ ആക്കുന്നുണ്ട്. എന്നാൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് താനും. അപ്പൊ അങ്ങനെ ഒരു മിക്സ് ഫ്ലേവറാ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അതിന്റെ കാര്യങ്ങളോട് അടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചേർക്കുന്ന കാര്യങ്ങൾ എന്നാന്ന് അറിഞ്ഞാലേ ഒക്കത്തുള്ളൂ. അതിന് വേണ്ടിയ സാധനങ്ങൾ എന്നാന്ന് വെച്ചാൽ നമുക്ക് സാധാ ജീരകം, നോർത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ വരുന്നത് ഈ ജീരകവാ. പിന്നെ വേണ്ടിയത് മല്ലി, തനി മല്ലിയാണ്. പിന്നെ ഏലക്ക, പിന്നെ വേണ്ടത് ഗ്രാമ്പുവ. എല്ലാ സ്പൈസസും ഉണ്ട് കേട്ടോ. പട്ട, പിന്നെ വേണ്ടത് കുറച്ച് കുരുമുളക, പിന്നെ വേണ്ടത് കശകശ, പിന്നെ ഉള്ളത് കുറച്ച് എള്ളാണ്. ഇത് വെളുത്ത എള്ളാണ്. ഇതിന് എരിവ് കൂട്ടാം, കുറയ്ക്കാം, ഏത് വേണേലും ചെയ്യാം. ഇപ്പൊ എനിക്ക് എരിവ് വേണം എന്നാൽ ഒത്തിരി എരിവ് വേണ്ട. അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സാധാ നമ്മളൊക്കെ മേടിക്കുന്ന വറ്റൽ മുളക് ഒരു 2 എണ്ണം വെച്ചിട്ടുണ്ട്. ഇത് പോയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു കാശ്മീരി ചില്ലി അല്ല ഇത്. ഇതിന്റെ പേര് ബേഡഗി മുളകാണ്. അപ്പൊ ഈ മുളക് ഉപയോഗിച്ചാലുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നല്ല കളർ കിട്ടും, നല്ല കൊഴുപ്പ് കിട്ടും. എരിവെന്നൊരു സാധനം ഇല്ല. പക്ഷെ ഇതുകൊണ്ട് ഞാൻ ഇച്ചിരി എരിവ് കിട്ടാൻ വേണ്ടിയിട്ടാ നമ്മുടെ സാധാ വറ്റൽമുളക് ചേർത്തത്. പിന്നെ ഉള്ളത് ഒരു ഇച്ചിരി തേങ്ങ, അതായത് പച്ച തേങ്ങ കിട്ടുവാന്നേ അത്രയും നല്ലത്. ഇതൊന്നും ഇല്ലേ, വീട്ടിലുള്ളത് എടുത്താൽ മതി, ടെൻഷൻ വേണ്ട. പിന്നെ ഒരു തക്കാളി, അല്ലെങ്കിൽ ഇതൊരു 2 തക്കാളി വരും. മുഴുത്തതാന്നേല് 1. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അത് നമ്മുടെ ഏനം പോലെ, എത്ര നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ചാൽ അതേപോലെ. ഇത് പറഞ്ഞ ഒത്തിരി ഇടണമെന്നല്ല, മിനിമം ഒരു 10 എണ്ണമെങ്കിലും. ഇതും കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, ഒത്തിരി എരിവില്ലാത്ത നിറമുള്ളത്. പിന്നെ വേണ്ടിയത് ഒരു പട്ടയുടെ ഇല, സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക, ഒരു 2 സവാള വരുവേ. പിന്നെ വേണ്ടിയത് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആണ്. ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത് ഇച്ചിരി മേടിച്ചതാ, അതുകൊണ്ട് ഒരു ഇച്ചിരി ചേർത്തേച്ചാൽ മതി. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ ഉള്ളത് കുറച്ച് പച്ചമുളക്. ഇത് എരിവ് കൂടിയ പച്ചമുളകല്ല, കുറവായിന്. ഇനി നമുക്ക് വേണ്ടിയത് എന്നാന്ന് വെച്ചാൽ ഇടാനുള്ള പനീർ. ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് മൂപ്പിച്ച് വെച്ചേക്കുവാ. ഇനിയിപ്പോൾ അതിനായിട്ട് നേരം കളയേണ്ട, ഇതിന് ഒത്തിരി പരിപാടി ഉള്ളതുകൊണ്ട്. പിന്നെ ആണെങ്കിൽ കുറച്ച് ഉള്ളിയും കുറച്ച് ക്യാപ്സിക്കവും കൂടെ കുറച്ചൊന്ന് സോട്ട് ചെയ്തു. ഇത് വെന്തോന്ന് ചോദിച്ചാൽ ഇല്ല, എന്നാൽ അതിന്റെ ക്രഞ്ചിനെസ് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് നമ്മൾ വെന്ത് കിട്ടൂലേ, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് മല്ലിയിലയും കസൂരി മേത്തിയും മസ്റ്റാണ്. ലാസ്റ്റ് കുറച്ച് നമ്മൾ അതിനകത്ത് ഇച്ചിരി നാരങ്ങ, ഒരു 1/2 മുറി നാരങ്ങയുടെ നീര് ചേർക്കണേ. പിന്നെ ഉള്ളത് നമ്മുടെ വീട്ടിൽ പൊടിച്ച ഗരം മസാല, പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. ഇത്രയും സാധനമാ ഇതിന് വേണ്ടിയത്. ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഒരു സാധനങ്ങളൊക്കെ തന്നെ ഉള്ളൂ. ഈ പനീറിന് പകരം നമുക്ക് ഉരുളക്കിഴങ്ങോ അങ്ങനെ ചേർക്കാം, ടോഫു ചേർക്കാം. ഇനിയിപ്പോൾ ഇതൊന്നും അല്ല, കോൺ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം, മട്ടർ അതായത് പീസ് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചേർക്കാം. ഏതായാലും പനീർ മസ്റ്റ് അല്ല. പക്ഷെ നമ്മളൊക്കെ ഇറച്ചിയും മീനും ഒക്കെ കഴിക്കുന്ന ഒരു വ്യക്തികളായതുകൊണ്ട് ഇതിനോടൊരു അതിൻ്റെ ഒരു സാമ്യമായിട്ട് വരുന്നു. സാമ്യം എന്ന് പറഞ്ഞാൽ ഇത് കഴിച്ചാൽ ഇറച്ചിയാവോ എന്നുള്ള ചോദ്യമല്ല, അതിനോടൊരു ഇഷ്ടം പ്രത്യേകിച്ച് കൂടും, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് ആ പട്ട, ഗ്രാമ്പു, ഏലക്ക അതൊക്കെ അല്ലേ, ഒന്ന് വറക്കണം. അപ്പൊ നമുക്ക് എന്നാ ചെയ്യേണ്ടത്, ലോ ഫ്ലെയിമില് ഞാൻ ആദ്യം സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇടാം. ഇത് ജീരക ഫസ്റ്റ് ഇടുന്നേ. ജീരകം എത്ര വേണം, 1 ടീസ്പൂണോളം മതിയാവും. ഇപ്പൊ ഫസ്റ്റ് കുറച്ച് ജീരകം. ഇനി വേണ്ടത് മല്ലിയ. മല്ലി ഒരു ടേബിൾ സ്പൂൺ കണക്കാക്കിക്കോ. ഇനി ഏലക്ക ഒരു 3-4 എണ്ണം, ഗ്രാമ്പു ഒരു 2 എണ്ണം, 2-3 അത്ര മതി. പട്ട ഒത്തിരി കുറവാണ്, ഒരു ചെറിയ കഷ്ണം ഇട്ടേച്ചാൽ മതി. ഞാൻ ഒരുപാട് ഇടത്തില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു കുത്തല്
ഒത്തിരി മുന്നേ നിൽക്കും. പിന്നെ ഒരു 2-3 മണി, അങ്ങനെ പറയാനൊക്കത്തില്ല, നമ്മുടെ കൈക്ക് ഇച്ചിരി എടുക്കുന്ന ഒരു കുരുമുളക് ഇല്ലേ, ദാണ്ടെ ഇവിടെ വെച്ചേക്കാം, അപ്പൊ അളവറിയാലോ. ഇതിന്റെ കൂട്ടത്തിലാണ് നമുക്ക് എരിവിന് വേണ്ടി ചേർക്കുന്ന സാദാ 2 വറ്റൽമുളക് ഇടുക. അതിന് കൂട്ടത്തിൽ ഇതിനാണെങ്കിൽ ഈ ബേഡഗി എന്ന് പറയുന്ന ഈ വറ്റൽമുളകിന് ഒട്ടും എരിവില്ല. അതുകൊണ്ട് ഞാൻ എന്നാ ചെയ്യുന്ന ഒരു 8 ഇടുക. അതിനാണെങ്കിൽ നല്ല കൊഴുപ്പുണ്ടാവും, നമ്മുടെ കറിക്ക് നല്ല നിറം വരും. അപ്പൊ ഇത് നല്ലതാട്ടോ. ഇത്രയും മുളകിന്റെ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും പേടിക്കണ്ട. കാര്യം ഞാൻ അത്രയും പറഞ്ഞു എന്നാന്ന് വെച്ചാൽ ഞാനിത് ഉപയോഗിച്ചുകൊണ്ടാ. ഏറ്റവും നല്ല മുളകാട്ടോ. ഇനി അത് പോയിട്ട് ഒരു 1/2 കപ്പ് തേങ്ങ, തിരുമിയ തേങ്ങ, ഇതെല്ലാം കൂടി ഇട്ടേച്ച് നല്ല അസലായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കുന്ന തീയൽ പോലെയല്ല, ഈ തേങ്ങ ഒന്ന് ബ്രൗൺ ആവണം. അതിന്റെ കൂട്ടത്തില് നമ്മൾ ചേർത്തേക്കുന്ന സ്പൈസസും ഒന്ന് ചൂടാവുക, അതിന്റെ ഒരു പച്ചമണം മാറുക. പക്ഷെ എന്നാലും നമ്മൾ വേറെ അതിനെ വഴറ്റും, അത് വേറെ കാര്യം. എന്നാലും ഒരുമിച്ചിടുമ്പോ ഉണ്ടല്ലോ, ആ തേങ്ങ മൂക്കുന്ന ഒരു നേരത്തിന്റെ മൂപ്പ് മതി. ഈ തേങ്ങ മൂക്കുന്ന സമയം വേണമെങ്കിൽ നമുക്ക് ലോ ഫ്ലെയിമേ വെച്ചേച്ച് ഒരു കാര്യം ചെയ്യാം. എന്നാന്നറിയാവോ, തക്കാളിയും അണ്ടിപ്പരിപ്പും മുളക് പൊടിയും കൂടെ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കി വെക്കാം. അപ്പം ഇതവിടെ ചെറിയ ഫ്ലെയിമേല് നമുക്കൊന്ന് ആക്കി വെച്ച് 2 കാര്യവും നടത്താൻ പറ്റുവാന്നേല് അത്രയും സമയം ലാഭിക്കാം. അപ്പൊ ഈ തേങ്ങ ഒരു ഇച്ചിരി മൂത്താ മതി, ഒരുപാട് അങ്ങ് മൂക്കണ്ട. അപ്പൊ ഈ സമയത്ത് ഞാൻ വേണ്ട ഇവിടെ തക്കാളി എടുത്തു, അതിന്റെ കൂടെ അണ്ടിപ്പരിപ്പ് എടുത്തു. ഇനി ഇതിൽ നിന്ന് മുളക് പൊടി ഒരു ടീസ്പൂണോളം മുളക് പൊടി. ഇതിപ്പോ വലിയ സ്പൂണാ, അത് കണക്കാക്കല്ലേ. നമ്മുടെ വറ്റൽമുളകുണ്ട്, അല്ലാതെ ബേഡഗി മുളകുണ്ട്, അതനുസരിച്ച് വേണം നമ്മൾ മുളക് പൊടിയും കൂടെ ചേർക്കാൻ. അവസാനം എല്ലാം കൂടെ എരിവ് കൂടി പോവരുത്. ഇടയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ പോലെ തേങ്ങായും കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി ചീനച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് ഞാൻ ഇനി അധികം തീയിലിടുന്നില്ല, ഓഫ് ചെയ്തേച്ച് ഞാൻ ഇതും അരയ്ക്കണം. ഇത് തണുക്കുമ്പോഴത്തേക്ക് ഇതും അരയ്ക്കണം. 2 അരച്ചു കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണ്. ഒരു കാര്യം കൂടെ ഇതിനകത്ത് ചേർക്കാനുണ്ട്. തീയുടെ ചൂട് പോയി, അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഫ്ലെയിം കത്തിക്കുന്നേ. തീ അങ്ങോട്ട് കുറച്ച് വെച്ചേച്ച്, അതായത് ചട്ടിയുടെ ചൂടിന്റെ ഇത് കുറഞ്ഞു പോയി, അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടെ കത്തിച്ചേ. ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർത്തേച്ച് വേണം നമുക്കത് അരയ്ക്കാനായിട്ട്. 2 കാര്യങ്ങളുണ്ട്. ഒന്ന് കശകശ, അതും ഇതേപോലെ 1 ടീസ്പൂൺ ഇടുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വെളുത്ത എള്ളില്ലേ, അതുകൂടെ 1 ടീസ്പൂണ് ഇതിനകത്തോട്ട്. അന്നേച്ച് ഇത് രണ്ടും ഒന്ന് മൂപ്പിക്കണം. ഇതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാല് നമുക്ക് അരച്ചെടുക്കാം. ഓക്കെ, ഇനി ഞാൻ വേണ്ട തീയം കുറയ്ക്കുക. ഈ തേങ്ങയ്ക്ക് ഈ മൂപ്പ് മതിയേ. ആദ്യത്തെ അരപ്പ് അരച്ചു വെച്ചു. ദേ നല്ല പേസ്റ്റ് പരുവത്തിന് ഞാൻ അരച്ചു വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അരപ്പ നമ്മളിപ്പോ ഈ മൂപ്പിച്ചത് ഇടാൻ പോകുന്നേ. ആദ്യം അതൊന്ന് പൊടിക്കും, എന്നേച്ച് ഈ പറഞ്ഞ പോലെ എന്നതാ വെള്ളം ഒഴിച്ചേച്ച് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. ചൂടോടെ അരച്ചോണ്ടല്ലേ സ്റ്റീം ഇഞ്ചിനൊക്കെ പോകുന്ന പോലെ പോകുന്നതെന്നല്ലേ? ഒന്നുമില്ല കേട്ടോ, ഇത് നല്ല പൊടിഞ്ഞു വരാൻ ചെറിയ ചൂടോടെ പൊടിച്ചെടുക്കാൻ എളുപ്പമാ. അല്ലെന്നുണ്ടെങ്കിൽ ചില മിക്സിയിലൊന്നും ഉണ്ടല്ലോ മൊത്തം പേസ്റ്റ് പോലെ അരഞ്ഞു വരുവേല. അതുകൊണ്ട് ആദ്യം ഒന്ന് പൊടിക്കുക. ഓക്കെ, ഇനി ഇച്ചിരി വെള്ളം നല്ലോണം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇത് എന്തായാലും ഇനി കുറേശ്ശെ അരച്ചെടുക്കാം. മിക്സി ഒരു പരുവായോ എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കരുത്. അല്ല, അതിനല്ല കൊടുത്തേ. ഇനിയിപ്പൊ എനിക്ക് എന്നാ ചെയ്യുന്നത്, സമയം കളയാനില്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാല് ഗ്രേവി തയ്യാറാക്കാൻ പോവാ. അപ്പൊ അതിന്
ഉള്ളി വഴറ്റാനൊക്കെ സമയം എടുക്കുമല്ലേ, അതുകൊണ്ട് അതൊന്ന് വെച്ചേച്ച് നമുക്ക് അടുത്തത് തുടങ്ങാവേ. ഓക്കെ, ഇതിനകത്തോട്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരിച്ചിരി സൺഫ്ലവർ ഓയിലോ നമ്മൾ ഏത് വെജിറ്റബിൾ ഓയിലാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് ഉപയോഗിച്ചാൽ മതി. ഇതിനകത്തോട്ട് എണ്ണ ചൂടായി കഴിയുമ്പത്തേന് കുറച്ച് ജീരകം, നമ്മൾ ഓരോ കറിക്ക് കടുകൊക്കെ ഇടുന്ന കൂട്ടാ ഇവരൊക്കെ ഒത്തിരി ജീരകം ഇടുന്നത്. അപ്പൊ കണ്ടോ, ഈ ചട്ടിക്ക് ഒരു ഗുണം ഞാൻ എപ്പോഴും പറയലേ, ചുവട് കട്ടിയുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുവാന്നേല് കറി പെട്ടെന്നാവാനായിട്ട് എളുപ്പ. അതിന്റെ കൂടെ ഞാനൊരു ചെറിയ പട്ടയുടെ ഇല ഇടുന്നുള്ളൂ, ഒത്തിരി വേണ്ട. കാരണം നമ്മൾ പട്ട അരച്ചിട്ടുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഏതാണ്ട് പോലെ ആവുമേ. പട്ടയുടെ ചുവ മുന്നിട്ട് നിൽക്കും, അതിന്റെ ഒരു കുത്തല് മുന്നിട്ട് വരും. ഇനിയിപ്പോ ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇടുക. സവാള ഒരു ഇച്ചിരി വേഗത്തിൽ മൂത്തോട്ടെ അല്ലേ, അന്നേരം നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഈ വാങ്ങിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയല്ലേ, അതിന്റെ ഒരു എന്താ പറയാ, ഭയങ്കര ഒരു കുത്തലുണ്ട് ഇതിനും. അതുകൊണ്ട് അതും നേരത്തെ ഒന്ന് ഇട്ട് കഴിഞ്ഞാല് മൂക്കാനായിട്ട് ഒരു ഇച്ചിരി എളുപ്പാ. അതുകൊണ്ട് അതും ഒരു കുറച്ചിടുന്നുള്ളൂ, ഒരു 1/4 ടീസ്പൂൺ വെച്ചോളൂ. ഇനി ഇത് ഒന്ന് ഇച്ചിരി ബ്രൗൺ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ തേങ്ങ ഒക്കെ നമ്മൾ ഒരുപാട് ബ്രൗൺ ആക്കണ്ടായിരുന്നു, പക്ഷെ ഉള്ളി നല്ല ബ്രൗൺ ആവണം. ഈ സമയം കൊണ്ട് ഞാൻ ബാക്കി ഇതിന്റെ അരയ്ക്കാനുള്ളതും കൂടെ അരക്കട്ടെ. ഓക്കെ, നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളി ഒന്ന് വാടാനായിട്ടുള്ള ഒരു സമയം കൊടുക്കാം. പിന്നെ നമ്മുടെ ഉള്ളി ഏകദേശം 1/4 മൂത്ത് കഴിഞ്ഞു. ഇനി ഇതിനകത്തോട്ട് ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ പോവാ. ഒരു 1/2 ടീസ്പൂൺ മതിയേ, അല്ലെങ്കിൽ മഞ്ഞപ്പൊടിയിലും എനിക്ക് പല പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുള്ളതാ. ഈ പറഞ്ഞ പോലെ അതിന്റെ ഒരു കുത്തൽ മുമ്പ് വരും. ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ആ മഞ്ഞപ്പൊടിയുടെ ഒരു കുത്തലില്ലേ, അതും കൂടെ ഒന്ന് മാറണം. മാറിയേച്ച് ചൂട് കട്ടിയുള്ള പാത്രമാ, എണ്ണ ചൂടാ, പെട്ടെന്ന് മൂക്കാൻ വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് മൂത്തോളൂ. ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ഇച്ചിരി പച്ചമുളക് 3 അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇടുക. വേണ്ടേ, കണ്ടോ? അപ്പത്തേക്ക് നമ്മുടെ ഉള്ളി ഇതെല്ലാം മൂത്ത് കറക്റ്റ് ഒരു പരുവത്തിനാ വരുന്നേ, നല്ല മൂത്തു. പക്ഷെ ഇപ്പോഴാ ആ മഞ്ഞപ്പൊടിയുടെ മണം വരുന്നുണ്ട്, അപ്പൊ ആ മണം ഒന്ന് പോണം, ഇല്ലേ കൊള്ളുകയല്ല. ഓക്കെ, ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന 2 ഗ്രേവിയും ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവാണേ. ഇതൊന്നുകൂടെ ഒന്ന് അരച്ചോട്ടെ. തീ ഒന്ന് നല്ലതായിട്ട് കുറച്ചു, അതിൻ്റെ കൂടെ ഈ ഗ്രേവി അങ്ങ് ചേർക്കുക. ഇച്ചിരി വെള്ളവും കൂടെ വേണേ, ഞാൻ ചേർത്തോട്ടെ. നമ്മൾ ചേർത്തിരിക്കുന്ന എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. ഇതൊന്ന് ഒരു ബബിള് വന്നു കഴിഞ്ഞാല് നമുക്ക് അടുത്ത ആ മസാല നമ്മൾ അരച്ചു വെച്ചേക്കുന്നില്ലേ, അതും കൂടെ ഇതിനകത്തോട്ട് ചേർക്കണം. അതിന്റെ ബബിള് വന്നു, തീ ഒന്ന് കുറച്ചേച്ച്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ദേഹത്തോട്ടാവും. ഇനി അരപ്പ് രണ്ടും നല്ലതായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം, അതായത് നമ്മുടെ അരപ്പ് 2 അരപ്പും ഒന്നാക്കി. ഇനി എന്നാ ചെയ്യുന്നത്, ഇത് നല്ലോണം അങ്ങ് മിക്സ് ആവണം, അല്ലാതെ ചുമ്മാ അങ്ങ് മിക്സ് ആവല്ല ചെയ്യേണ്ടത്. നല്ലോണം മിക്സായി നമ്മൾ ചേർത്തിരിക്കുന്ന ആ എണ്ണ ഒന്ന് തെളിയണം. ഈ ഉള്ള വെള്ളം, ഞാൻ ചേർത്ത വെള്ളം ഒന്ന് തിളച്ച എണ്ണ ഒന്ന് തെളിഞ്ഞു വരുമ്പോഴത്തെ സമയം മതി. ഞാൻ പറഞ്ഞ ആ ഒരു തക്കാളിയുടെ വേവും ഈ പച്ചച്ചൊവയൊന്ന് മാറാനും ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാനും.
ഓക്കെ, നമ്മുടെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിപ്പോ ഈ മേശപ്പുറത്ത് നിന്ന് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ അടപ്പയിൽ ഇരിക്കുന്ന കംപ്ലീറ്റ് ഈ മേശയിൽ അങ്ങാവും. ഇനി നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് നമ്മുടെ പനീറും അതിന്റെ കൂട്ടത്തിലുള്ള വെജിറ്റബിൾസും. നമുക്ക് വെജിറ്റബിൾ ഒരുപാട് ഇടാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടു കേട്ടോ. എനിക്ക് വെജിറ്റബിൾ പിള്ളേർ കഴിക്കാൻ കുറച്ച് പാടാ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇഷ്ടമാകുന്നതിൽ ഇട്ടോ. ചിലർക്ക് പനീർ മാത്രം ഇടുന്ന ഇഷ്ടം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാ. ഇതിനകത്തോട്ട് ഈ വെജിറ്റബിൾസ്. ഇപ്പൊ നമ്മളൊരു തിക്ക ഗ്രേവി ആയിട്ട് ഒരു പെരണ്ട ഗ്രേവി അല്ലേ, പക്ഷെ നമുക്ക് ആ ഗ്രേവി അല്ല വേണ്ടേ. നമുക്ക് കുറച്ച് ലൂസ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള, ചിലർക്ക് ഇങ്ങനെ ഇഷ്ടമാ, അല്ല ചിലർക്ക് ലൂസ് ഇഷ്ടമാ, ചിലർക്ക് സെമി ഗ്രേവി ഇഷ്ടമാണ്. ഒത്തിരി ലൂസ് ആക്കിയാൽ കൊള്ളുകയല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു എത്ര നമ്മൾ ഇട്ട് അതിൻ്റെ ആ എണ്ണ തെളിയിക്കുന്നോ അത്രയും ടേസ്റ്റ് കൂടും. അപ്പം നെക്സ്റ്റ് ഞാൻ ചേർക്കാൻ പോകുന്നത് ആസ് യൂഷ്വൽ നമുക്ക് ഇതിനൊരു ടാങ്കിനെസ് വേണം. അപ്പം ഒരു പുളിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലർ ഈ പറഞ്ഞ പോലെ തൈര് ചേർക്കും. അതിപ്പോഴല്ല, ഈ സമയത്തല്ല, നമ്മൾ ഗ്രേവി ചേർക്കുന്നതിന് തൊട്ട് മുമ്പ്. അതായത് നമ്മൾ അരച്ച് വെച്ചില്ലേ, അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ അരയ്ക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേവി ചേർത്തേച്ച് തൈരും കൂടെ ചേർത്ത് തൈരിൻ്റെ വെള്ളം എല്ലാം പോയി ആ തൈര് ഈ പറഞ്ഞ പോലെ തന്നെ എണ്ണ തെളിയണം, അതേപോലെ ആക്കി വേണം എടുക്കാൻ. അത് വയ്യാന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങാനീര് ഒരു അരമുറി, അതായത് 1 ടേബിൾ സ്പൂൺ ധാരാളം മതിയാവും, അതും കൂടെ ഒന്ന് ചേർക്കുക. ഇനി ഇതിനകത്തോട്ട് നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് കുറച്ച് കസൂരി മേത്തി. ഇത് നല്ല പൊടിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ഞാൻ കൈപ്പത്തിയെ വെച്ച് ഇങ്ങനെ തിരുമുന്നില്ല, അത് നല്ല പൊടിഞ്ഞിട്ടായിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചേർക്കുന്നതാണ് കുറച്ച് ഫ്രഷ് ക്രീം. ഇത് ആക്ച്വലി എല്ലാത്തിൻ്റെ ഒരു മിക്സ് ആട്ടോ. പനീർ ബട്ടർ മസാലയുടെ ഒരു കളറ് അങ്ങനെ വരാം, അല്ലെന്നുണ്ടെങ്കിൽ കടായി പനീറാക്കി നമുക്ക് എടുക്കാം. ഈ പറഞ്ഞ പോലെ ഇന്നുണ്ടാക്കിയ കൊലാപ്പൂരി ആണെങ്കിൽ അങ്ങനെ, അതല്ല ചെട്ടിനാടാണെങ്കിൽ അങ്ങനെ. ഇനി ഇതിനകത്ത് വെള്ളം ചേർക്കുവാന്നുവെങ്കിൽ കുറച്ചുകൂടെ ലൂസാക്കാൻ വെള്ളം ചേർക്കുവാണെങ്കിൽ ഒരു എന്നാ പറയുക, ഇച്ചിരി ചൂടുവെള്ളം ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി നെക്സ്റ്റ് കുറച്ചുകൂടെ ഒരു ഫ്ലേവർ നമുക്കൊരു എന്താ പറയുക വരാനായിട്ട് അതിൻ്റെ ഒരു മസാലയുടെ ഫ്ലേവർ ഒന്ന് മുമ്പ് നിൽക്കണം. ഇത് അന്നേരം പൊടിച്ച മസാലയാണേ, ഒത്തിരി വേണ്ട, ഇച്ചിരിയും വേണ്ട, എന്നൊരു ശകലം വേണം. ഇനി ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ഒന്നാവണമെങ്കിൽ ആ എണ്ണയൊന്ന് തെളിയണം. അപ്പം നമ്മൾ എന്നാ ചെയ്യണം, ഇന്നൊരു ചെറിയ ഫ്ലെയിമേലാണ് ഞാൻ ഇപ്പം വെച്ചേക്കുന്നത്. അതൊരു ഇച്ചിരി നേരം ആ ചെറിയ ഫ്ലെയിമിൽ അവിടെ കിടന്ന് ആ പനീറിലോട്ടും ഈ ഗ്രേവി എല്ലാം ഒന്ന് പിടിക്കണം. അതിനെ ഞാൻ ഇച്ചിരി നേരം ഒന്ന് അടച്ചിടുക. കാര്യം നമ്മൾ ചേർത്തേക്കുന്ന സാധനങ്ങൾ, അതായത് മസാല, കസൂരി മേത്തി, ഇതിൻ്റെ ഒന്നും ഫ്ലേവർ വെളിയിൽ പോവാനും പാടില്ല അല്ലേ. പിന്നെ ഇത്രയൊക്കെ എന്താ സ്പെഷ്യലും ഒക്കെ ഞാൻ ഉണ്ടാക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ, ഇന്ന് ഇവിടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വീട്ടിലെ ഒരു അംഗം അല്ലെങ്കിൽ ഒരു അനിയത്തി ഒക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന മുനിഷയുടെ അമ്മ എന്നിവിടെ വരാൻ പോകുന്നത്, ശ്രീദേവി അമ്മ എന്നിവിടെ വരുന്നത്. ഇന്ന് അമ്മ പ്യോർ വെജിറ്റേറിയൻ ആണ്. അതുകൊണ്ട് അമ്മയുടെ വിശേഷങ്ങളും അമ്മയുടെ കാര്യങ്ങളും ഒക്കെ അറിയാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളില്ലേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അമ്മമാരാണ് അടുക്കളയിൽ കയറി വരുന്നതെങ്കിൽ ആദ്യം അടുക്കളയുടെ ഭംഗിയായിരിക്കും നോക്കുക. അപ്പൊ ഇവിടെ ഒന്ന് വൃത്തിയാക്കണം. പറയുമ്പോൾ ചെറിയൊരു സാധനം, ഇത്ര നീണ്ട റെസിപ്പിയും വൃത്തിയാക്കുക എന്നുള്ള ചുമല ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉത്തരമില്ലല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, വൃത്തിയാക്കിയിട്ട് അമ്മയായിട്ട് കാണാം. നമസ്കാരം, ഹാർട്ടി വെൽക്കം. എത്ര നാള് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാന്ന് അറിയോ ഈ അമ്മേനെ ഇങ്ങോട്ട് വരുത്താൻ. എന്തിട്ടാ കുട്ടിയെ വരാത്തെ? ഞാൻ എത്ര കാലായിട്ട് ഇങ്ങനെ ആനീസ് കിച്ചൺ കാണുമ്പോ എന്തെന്നെ മാത്രം വിളിക്കാത്ത? അയ്യോ അങ്ങനെ ഒരു യോഗ്യത ഇല്ല. അയ്യോ എന്റെ പൊന്നെ, എന്റെ തമ്പുരാനെ അങ്ങനെ ഒന്നും പറയല്ലേ. ഞങ്ങൾ ഇവിടെ കൊതിച്ചായിരുന്നു അമ്മേനെ ഒന്ന് ഇതിനകത്ത് വരാനായിട്ട്.
ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞ അമ്മയ്ക്ക് ആദ്യം വന്നപ്പോഴേ ഒരു നമസ്തേ പറഞ്ഞത് എൻ്റെ ഒരു പ്രണാമമായിട്ട് അമ്മ കൂട്ടിയാൽ മതി. എനിക്ക് ആ ഒരു ഇഷ്ടം അമ്മയോട് പണ്ടേ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ. ഞാൻ അമ്മയോട് അധികം വർത്താനം പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പണ്ടൊരു സാരി സെയിലിന് ഇവിടെ വന്നപ്പോ രാധിക സുരേഷ് ഗോപി അവരെ വീട്ടിൽ അതൊക്കെ വെച്ചിട്ടില്ല. എനിക്ക് നിങ്ങൾ ആദ്യമായിട്ട് എന്റെ അടുത്ത് വന്ന് കണ്ടത് അന്നേരം. പക്ഷെ ഞാൻ ഇപ്പോഴും ഞാൻ എന്റെ പ്രേക്ഷകരോട് പറയാം, അമ്മേനെ ഞാൻ ഒരുപാട് അങ്ങനെ വിളിക്കലില്ല, സംസാരിക്കലില്ല, ഒന്നുമില്ല. പക്ഷെ അമ്മേനെ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന ഈ കല്യാണങ്ങൾക്കും ഫംഗ്ഷൻസിനും മാത്രം അമ്മയെ കാണുന്നത്. പക്ഷെ അവിടെ കാണുമ്പോഴും അമ്മ എന്ന് പറഞ്ഞ എനിക്കൊന്ന് അമ്മയെന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അമ്മയോട്. അമ്മയ്ക്ക് കുഞ്ഞുനാള് മുതലേ അമ്മയ്ക്ക് മോഹിനിയാട്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു. കുഞ്ഞുനാള് മുതൽക്ക് മോഹിനിയാട്ടല്ല, എനിക്ക് എല്ലാ ഡാൻസും ഇഷ്ടമായിരുന്നു. ഭരതനാട്യം, മോഹിനിയാട്ടത്തിലേക്ക് പിന്നീട് ഭരതനാട്യം പഠിക്കാനൊന്നും നമ്മുടെ നാട്ടിൽ സൗകര്യങ്ങളില്ല. കേരളത്തിൽ കോഴിക്കോട്ടൊന്നും ഭരതനാട്യം പണ്ട് ഉണ്ടായിരുന്നില്ല. മദ്രാസ് എന്നൊരു അച്യുതനാരായണ മാഷ് വന്നിട്ട് 1-2 വീടുകളിൽ പഠിപ്പിച്ചിട്ട് പോണ ആ കാലം. അതെങ്ങനെ കൊല്ലത്തിലോ വരുമോ? അതുപോലെ ഇടയ്ക്കിടയ്ക്ക് വരും, വണ്ടിയിൽ വന്നിട്ട് പഠിപ്പിച്ചു പോകും. നമുക്കറിയാം, എനിക്ക് ബന്ധമില്ല അതിനൊന്നും. കാരണം എൻ്റെ അമ്മ കംപ്ലീറ്റ്ലി ഈ നമ്മുടെ കേരള കൾച്ചർ ഓറിയന്റഡാ. അതായത് നമ്മുടെ കൈകൊട്ടിക്കളി കുമ്മി പഠിക്കണം, 4-5 ജനറേഷൻ എടുത്തിട്ട് കൈകൊട്ടി കളിക്കണം. അതായത് മുത്തശ്ശി മുതൽ 5 ജനറേഷൻ ഉണ്ടാവും. 4 വയസ്സ് 5 വയസ്സുള്ള കുട്ടി പെൺകുട്ടി വരെ ഉണ്ടാവും കൈകൊട്ടി കളിക്കാൻ. തിരുവാതിരകളി എന്നല്ല എന്ന് പറയാ, കൈകൊട്ടിക്കളി കുമ്മി. പിന്നെ അത്യാവശ്യം കഥകളി പദങ്ങള് അതൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് കണ്ണൂരിന്ന് ബാലകൃഷ്ണ മാഷ് വന്നിട്ട്, അത് ഗുരു ഗോപിനാഥിന്റെ ശിഷ്യനായിരുന്നു മൂപ്പര്. അപ്പൊ അങ്ങനത്തെയാണ് ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചത്. പിന്നീടാണ് മോഹിനിയാട്ടത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി അമ്മയുടെ ചെറുപ്രായത്തിൽ അന്ന് ഡാൻസ് പഠിക്കാനും ഒക്കെ വീട്ടുകാർക്ക് സമ്മതമായിരുന്നു. എന്റെ അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്റെ അമ്മ ഇഷ്ടം മാത്രല്ല, അമ്മ വലിയ പ്രൊമോട്ടർ, സോഷ്യൽ റിഫോമർ ആയിരുന്നു എന്റെ അമ്മ. അവിടെ നിന്നാ ഞങ്ങളത് തുടങ്ങണത്. ശരിക്കും ഞങ്ങള് തിരൂര്, കന്മനം ആ ഭാഗത്ത് ഉള്ള നായർ തറവാട്ടുകാർ. അവിടുന്നൊക്കെ അമ്മ ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്നതാ. അപ്പൊ സിറ്റിയിലേക്ക് വന്നു. പിന്നെ അന്ന് പിന്നെ സ്കൂൾസ് ഒക്കെ തുടങ്ങി. അമ്മ സ്കൂൾ പിന്നെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അമ്മ പഠിച്ചൊക്കെ രാജാസ് സ്കൂളിൽ, മറ്റേ കോട്ടയ്ക്കിലെ രാജാസ് ഹൈസ്കൂളിലാണ്. അമ്മയുടെ ഇംഗ്ലീഷ് ടീച്ചറൊക്കെ മദാമ്മമാരെ. അപ്പൊ അന്ന് അവരുടെയൊക്കെ ഇംഗ്ലീഷും നല്ല ഇംഗ്ലീഷ്. ഇതൊക്കെ നമ്മള് പറയില്ല, എന്താണ് കാലിഗ്രാഫി, അങ്ങനെ എഴുത്തൊക്കെ അച്ഛന്റെ ഒക്കെ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കും അവരൊക്കെ കത്തുകളും. കാരണം കത്തേ ഉള്ളൂല്ലോ ഒന്ന്, അതുമൊക്കെ മാറിയില്ലേ. പോസ്റ്റ് ഓഫീസ് വരെ പോയി, ഇപ്പൊ തപാൽപ്പെട്ടി വരെ ഇല്ലാണ്ടായ കാലം. അപ്പൊ ആ കാലമൊക്കെ ഓർക്കുമ്പോ മൈ ഗോഡ്, സച്ച് എ ഗോൾഡൻ ഇയേഴ്സ്. ആകെ കൂടി ഒരു ആക്കാൻ പറ്റിയ ഒരു ലവ് ലെറ്റർ മാത്രമേ പണ്ടുള്ളൂ. ഒരു തരത്തിലും കണ്ടുപിടിക്കാൻ പറ്റില്ല, അല്ലെ? സംസാരിക്കാൻ പറ്റില്ല. കണ്ണുകൊണ്ടുള്ള പ്രേമവും. അമ്മക്ക് ലവ് ലെറ്റേഴ്സ് വല്ലതും കിട്ടിയിട്ടുണ്ടോ? പിന്നെന്താ, ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. ശരി. അപ്പൊ വീട്ടിലെല്ലാം വീട്ടിൽ കൊണ്ട് കൊടുത്തോ? അതന്നെ ചെയ്ത്. എനിക്ക് കുറെ ചീത്തയും കേട്ടോ ആമ്പിള്ളേരെന്ന്. എല്ലാം കൊണ്ട് വീട്ടിൽ കൊടുത്തു. അമ്മ വായിച്ചോളം പറയും. കാരണം എനിക്കിഷ്ടമുള്ളതൊന്നും ഞാൻ കണ്ടില്ലല്ലോ അതില്. അതുകൊണ്ട് ഇങ്ങനെ വരും. ലെറ്റർ ബോർഡുമിൽ ഇങ്ങനെ ലെറ്റർ ബോർഡ് ഉണ്ടാവും ഞങ്ങളുടെ ലേഡീസ് റൂമിൽ. അപ്പൊ കുറെ വരും. അതൊക്കെ ഞാൻ കളക്ട് ചെയ്യും, എന്നിട്ട് അമ്മടെ കൊടുക്കും. ഏത് വയസ്സിലാണ് ഡാൻസ് പഠിച്ചു തുടങ്ങിയത്? എനിക്ക് തോന്നുന്നു ഓർമ്മച്ച നാളിലെ ഡാൻസാ. ഞാൻ ശരിക്കും നടന്നിട്ടില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഞാൻ ഡാൻസ് ചെയ്തിട്ട് നടന്നിട്ടുള്ളൂ. നേരെ ചൊവ്വേ നടന്നില്ല. നോക്കിയാലും ഇങ്ങനെ തത്തി നടക്കണം. ഏതെങ്കിലും ഒരു ഋതം അമ്മയുടെ കൂടെ എപ്പോഴും ഉണ്ടാവും? എപ്പോഴും ഉണ്ടാവും. എന്റെ മനസ്സിൽ നിന്ന് വരുന്ന ഋതമാ. ശരി. അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ പറ്റില്ല. അത് എന്റെ സ്വന്തം അനുഭവങ്ങളായത് പലത് ഞാൻ പുറത്തേക്ക് പറയാറില്ല. എനിക്ക് ശരിക്ക് ഇപ്പൊ നടക്കുകയാണെങ്കിൽ കുട്ടിയാകുമ്പോ ഫ്രോക്കൊക്കെ ഇടുന്നതല്ലേ ഉണ്ടാവുക, അത് ഇങ്ങനെ പിടിച്ചിട്ട് നടക്കാറുള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ എങ്ങനെയൊക്കെയാ നടക്കുക, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എന്നിട്ട് ഞാൻ വലിയ പണ്ടേ സിനിമയാണല്ലോ മനസ്സിൽ, അഭിനയം. പിന്നെ അത് മാത്രമേ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ. ആദ്യം അഭിനയിക്കുക, ഡാൻസ് ചെയ്യാൻ, നന്നായി ഡ്രസ് ചെയ്യാൻ, നടക്കുക. അപ്പൊ അമ്മയുടെ ആ കോളേജ് ടൈം, സ്കൂൾ ടൈംസിലൊക്കെ അമ്മ ശരിക്കും ഫിലിംസ് കാണുമ്പോഴും അമ്മയെ കാണാൻ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നപ്പോഴും ടച്ച്വുഡ് അപ്പോഴും അമ്മയ്ക്ക് ഫിലിം ഓഫേഴ്സ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടാവില്ലേ? അതോ അമ്മ അങ്ങോട്ട് അന്വേഷിച്ച്? കൺസർവേറ്റീവ് ഇതല്ലേ പണ്ടൊക്കെ. നമ്മള് എത്ര കൊല്ലത്തെ പിന്നിലാണ് അതൊക്കെ പറയുന്നത്. അതാ ഞാൻ എന്നാലും ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് അത് തന്നെയാണ്. എന്താന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കരമായിട്ട് ഫിലിമിൽ അഭിനയിക്കണം, വൈജയന്തിമാലെ പോലെ അറിയണം, പത്മിനിയെ പോലെ അറിയാം. അവര് 2 ബ്യൂട്ടീസ് അല്ലേ. ഇവരാണ് എന്നെ അങ്ങനെ കാപ്റ്റിവേറ്റ് ചെയ്തിരിക്കുന്നത്. റിയലി കാപ്റ്റിവേറ്റഡ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എപ്പോഴും തോന്നും ഞാൻ വൈജയന്തിമാല ആയെങ്കിലോ. വൈജയന്തിമാല ഇപ്പോഴും അതെ.
ഇന്നും അവരെന്റെ ഇൻസ്പിറേഷനാ. എന്റെ ലൈഫ് കൊണ്ട് നടക്കുന്നത് തന്നെ അവരോടുള്ള ചെറുപ്പം മുതൽക്കുള്ള ആ ഒരു ഇതാ. സ്പാർക്ക്. അവര് ഒരു ടോട്ടൽ ആർട്ടിസ്റ്റ് അല്ലേ. അപ്പൊ ഞാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ ജനിച്ചപ്പോഴേ ഞാൻ അങ്ങനെ ഇത് എന്റെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഒരു മടിയില്ല, എല്ലാം ഒരു ജോലി എടുക്കാനും. വീട്ടിലും അടിച്ചു വരണോ, തുടയ്ക്കണോ, ബാത്റൂം കഴിക്കണോ, ഇത് വേണോ, ടേബിൾ ഒക്കെ ഞാൻ റെഡിയാണ്. കാരണം അപ്പൊ അതിന്റെ പലരും പറയും ഇവളിതൊക്കെ ചെയ്യണുണ്ട്, ഒരു പെർഫോമൻസ് മാതിരി. അപ്പൊ ചുമ്മാ ചെയ്യില്ല, ഞാൻ പാട്ട് പാടും ഓരോന്നങ്ങനെ. അല്ലല്ല ഇങ്ങനത്തെ അല്ല. അപ്പൊ മൂളിപ്പാട്ടൊക്കെ പാടി. പിന്നെ അന്ന് നടക്കാറായപ്പോഴൊക്കെ നമ്മള് പാട്ട് പാടിയിട്ട് നടക്കുക. അനത്തലയോളം വെണ്ണത്താര ഒക്കെ കൃഷ്ണനോട് പറഞ്ഞ് പാടിയിട്ട് നടക്കുക. കൃഷ്ണനല്ല, അതായത് അമ്മയുടെ ഉള്ളിൽ എപ്പോഴും ഒരു മ്യൂസിക് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും. അപ്പൊ അമ്മയുടെ ഈ മ്യൂസിക് കേട്ടനുസരിച്ചിട്ട് അമ്മ ഡാൻസ് അത് വട്ടാണ് തോന്നുന്നു ആയിരിക്കും. ഒരിക്കലും അല്ല തോന്നും. ഞാൻ കുട്ടിക്കാലത്ത് ആർട്ടല്ലേ, അതൊരു ക്രിയേറ്റീവ് അല്ലേ. പിന്നെ എന്റെ ഹസ്ബൻഡ് അതിനൊക്കെ സപ്പോർട്ടീവ് ആയതുകൊണ്ട്. അല്ല പിന്നെ ഒരു കാര്യം ഉണ്ടാമ്മ, ഇത് ഒരാളുടെ ഉള്ളില് ഈശ്വരൻ തരുന്ന ഒരു അനുഗ്രഹമാണ്. അത്രേ ഉള്ളൂ. എനിക്ക് എല്ലാത്തിനും ഇമാജിനേഷനാണ്. ഇപ്പോ ഈ ഭാവന എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, കൽപ്പന, സങ്കല്പലോകം. അത് ആ സങ്കല്പലോകത്തിൽ ജീവിക്കാൻ എന്തൊരു സുഖം അറിയാം. ഒരു നയാപൈസ ചെലവില്ല, ആരും ചോദിക്കും വേണ്ട. നോ ഇൻവെസ്റ്റ്മെന്റ്, ബട്ട് യു ആർ ഗെറ്റിംഗ് ദ ഡബിൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു യു. അല്ല അത്രയും നമുക്ക് അസറ്റ് കിട്ടുക. നമ്മളിങ്ങനെ സേവിങ്സ് മാതിരിയാണ്. അതാണ് എനിക്ക് എപ്പോഴും തോന്നാറ്. പക്ഷെ ഞാൻ എന്ത് വേണോ, എന്ത് ഉണ്ടാക്കണോ, എന്ത് ചെയ്യണോ, ഞാനത് ചെയ്തിരിക്കും. ഐ ഡോണ്ട് കെയർ. ഞാനത് വളരെ പോസിറ്റീവായി ചെയ്തിരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ സ്വന്തമായി ഒരു 4 കെട്ട് ഉണ്ടാക്കി. പിന്നെ അത് കഴിഞ്ഞാൽ സ്വന്തമായ ഒരു ഫാം ഹൗസ് ഉണ്ടാക്കി. അതൊക്കെ അത് കഴിഞ്ഞ പാല് കാച്ചിന് നിർമ്മാണം എന്റെ ഭർത്താവ് എന്റെ മകനൊക്കെ പിന്നെ കണ്ടു. അപ്രീഷിയേറ്റ് മീ എ ലോട്ട്. സജിത്തിന്റെ മകനൊക്കെ എന്നെ ഭയങ്കര അപ്രീസിയേഷനാ. അതിന് ഇപ്പൊ ഞാൻ പറയണ അവനാണ് എന്റെ ഏറ്റവും ക്ലോസ് ഫ്രണ്ട്, എന്റെ മകൻ. ഇപ്പൊ എല്ലാം ഇവിടേക്ക് വരുമ്പോഴും കംപ്ലീറ്റ് അപ്ഡേറ്റഡ് ആണ് ഞാൻ. അപ്പൊ പറയും അമ്മ ഇത് എല്ലാം ഇനിയിപ്പോ ഡ്രസ് ചെയ്തതായാലും വേണ്ടില്ല, ഏതായാലും വേണ്ടില്ല ഒക്കെ പറയും. ഈ കളർ ഇഷ്ടം ഓക്കെ. അങ്ങനെ നമുക്ക് എന്തും പറയാം. അതേമാതിരി ഡോക്ടർ ഉണ്ടോ, ജാക്കി അതുപോലെ എല്ലാം അപ്ഡേറ്റഡ് ആണ്. പിന്നെ ഒരു വ്യക്തി, അങ്ങനെ ചില വ്യക്തികൾ നമുക്ക് ജീവിതത്തിൽ വേണം. പിന്നെ ഒന്നല്ല ആശാറാം മോഹൻ. ആശാറാം മോഹൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോനിഷയെ പോലെയാ. എല്ലാ കാര്യങ്ങളും എന്റെ ശ്രദ്ധിക്കുക, എല്ലാ കാര്യങ്ങളും നല്ല 100%. അമ്മ എപ്പോഴും ഫുൾ എനർജറ്റിക് ആയിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് അല്ലെ? ആ ഒരു എനർജി എങ്ങനെയാണ് അമ്മയ്ക്ക്? അത് നേരെ ഈശ്വരന്റെ അനുഗ്രഹം. അത് കമ്മിങ് ഫ്രം കോസ്മിക് ലെവൽ വിസ്ഡം. അത് നമുക്കൊന്നും അർത്ഥം, നമ്മളുടെ എല്ലാ കഴിവൊന്നും അല്ല ഇത്. ഒരു പക്ഷെ പൂർവികര് തന്നിട്ടുള്ള അനുഗ്രഹമായിരിക്കാം. എന്ത് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളേ, യു നോ ഇറ്റ് അല്ലേ? സത്യം, ഐ നോ ഇറ്റ്. എല്ലാം ഇങ്ങനെ കിട്ടണല്ലേ, അത്രേ ഉള്ളൂ. നമ്മുടേതായിട്ട് കഴിവ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കല്ലേ. ഞാനിപ്പോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന കസാലല്ലേ ഇരിക്കും. ഇവരൊക്കെ അല്ലെങ്കിൽ കാര്യം എല്ലാവരും കൂടി ഇല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും. അതേമാതിരി തന്നെയല്ലേ എന്റെ ഡാൻസ് ആർട്ട്. ആർട്ട് ഇസ് നോട്ട് എൻ ഡാൻസ് ഇസ് നോട്ട് എൻ ഇൻഡിപെൻഡന്റ് ആർട്ട് ഫോം. അതിന് പാട്ട് വേണം, ഓർക്കസ്ട്ര വേണം, എല്ലാം വേണം, കാണികൾ വേണം, സ്റ്റേജ് വേണം, ലൈറ്റ് വേണം, സൗണ്ട് വേണം, സ്പോൺസർ വേണം. അല്ലെങ്കിൽ എന്തൊരു നർത്തകി ചെയ്യാ. അതെ, സത്യം. അതെ. പക്ഷെ എനിക്ക് എന്താന്ന് വെച്ചാൽ എനിക്കിതൊന്നും ഇല്ലെങ്കിലും ഞാൻ സ്വന്തം ഡാൻസ് ചെയ്തോളൂ. പണ്ടായാലും ഒരു അമ്പലത്തില് ഇതൊക്കെ ഇങ്ങനെ തൂണുകളുടെ ഇടയിലാണെങ്കിലും ഞാൻ അവിടെയൊക്കെ ഡാൻസ് ചെയ്ത് നടക്കും. ഞാൻ തന്നെ പാട് എന്തെങ്കിലുമൊക്കെ. അവിടെ ചെറിയ പെർഫോമൻസ് കാണിച്ചാലോ, ഒരു ഫേസ് എക്സ്പ്രഷൻ. ജലജ ബന്ധുഭൂമി ജലധിയിൽ അണയുന്നു ജലജ ബന്ധുഭൂമി ജലധിയിൽ അണയുന്നു ജലജ ബന്ധുഭൂമി ജലധിയിൽ അണയുന്നു മലയമാരുതമേറ്റു മമ മനമതിതരാം പദവിവശ
മനമതിതരാമ്പദ വിവശമായി സഖിയലർശര പരിതാപം ചൊൽവതിന്നളിവേണി പണിബാലേ ബാലേ ഞാൻ അമ്മയ്ക്ക് റൂം എടുത്തോട്ടെ, എനിക്ക് പറ്റുന്നില്ല. എന്ത് നല്ലതല്ലേ രസാ. കുട്ടികളെ എന്നൊക്കെ അമ്മമാർക്ക് ഉമ്മ കിട്ടണം. സത്യം ശരിക്കും അമ്മ ഇങ്ങനെ ചെയ്തപ്പോ എനിക്ക് ഭയങ്കര കുറച്ചുകൂടെ ഒരു ഇഷ്ടം കൂടി വരിക. തന്നെ. സത്യം. അമ്മ പിന്നെ അമ്മയുടെ ഈ ഒരു ആഗ്രഹം, അമ്മ ഡാൻസ് പഠിച്ചു, അമ്മയുടെ ആഗ്രഹം ഫിലിമിലേക്ക് വരാനായിരുന്നു. അമ്മയുടെ ഒരു ആഗ്രഹമാണോ മോനീഷയിൽ കൂടി അമ്മ നിറവേറ്റിയത്? 100% ഞാൻ ചെയ്തു. അമ്മ ഞാൻ എന്നും ആക്റ്റീവാണ്. ഇന്നും ഞാൻ ഡാൻസ് ചെയ്യുന്നു. കറക്റ്റ്, അമ്മ ഇന്നും ആക്റ്റീവാണ്. ദേവി എനിക്ക് നിരാശ എന്ന് പറഞ്ഞത് ഇല്ല. എനിക്ക് നിരാശ, എനിക്ക് അത് ചെയ്യാൻ പറ്റിയില്ല, എനിക്കിത് ചെയ്യാൻ പറ്റിയില്ല. കാരണം എന്നെ ആരോ ഒന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്ത് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ കഥ നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. കാരണം എനിക്ക് ഒന്നുമില്ല പറയാൻ, കഥകളില്ല. അത് എൻ്റെ സുഹൃതം ചെയ്ത ജന്മം കൊണ്ടായിരിക്കാം അല്ലേ? തീർച്ചയായിട്ടും അമ്മ, തീർച്ചയായിട്ടും. എനിക്ക് പിന്നെ മാത്രമല്ല, എനിക്ക് ഒരു കഥനമായിട്ട് തോന്നുന്നുമില്ല. അതാണ് ഏറ്റവും രസം. ചെറിയ കാര്യങ്ങൾ നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ എന്നെക്കാൾ കൂടുതലൊക്കെ വരുന്ന ഒരു കഷ്ടം എന്തിനാ ഇത്രയൊക്കെ വിഷമിച്ചതാവോ അതിന്. അതുകൊണ്ട് ഞാൻ സെൻസിറ്റീവ് അല്ല എന്നല്ല, ഐ എം എ വെരി സെൻസിറ്റീവ് പേഴ്സൺ. പക്ഷെ നമ്മളെ തകർക്കാൻ മാത്രം എനിക്ക് ആകെ ഒരൊറ്റ തകർച്ച എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതെല്ലാവർക്കും അറിയാം. അതെ, തീർച്ചയായിട്ടും അമ്മ. അതിനെപ്പോലും ഞാൻ വിത്ത്സ്റ്റാൻഡ് ചെയ്തു അമ്മ. അല്ല, അതിനെപ്പോലും ഞാൻ റിവേഴ്സ് ചെയ്തിട്ട് എനിക്ക് ഇമ്പോസ് ചെയ്തിട്ട് അതിനെപ്പോലും ഒരു എനർജി ആക്കിയിട്ട് ഞാൻ മാറ്റിയ ആളാണ്. ആ ദുഃഖത്തിനെ പോലും അതേ പറ്റൂ. നമുക്കത് രക്ഷയുള്ളൂ. അതെ, ശരിക്കും അമ്മ. അതില് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന എന്താ അറിയോ, ഇന്നും മോനീഷ എല്ലാ മലയാളി പ്രേക്ഷകരുടെ മനസ്സിലും ഇന്നും ഉണ്ട്. എന്നും ഉണ്ടെന്ന് മാത്രല്ല, എനിക്ക് ഏറ്റവും എനിക്ക് അതിശയായത്, ഒരു കുട്ടി വന്നിട്ട് ഓട്ടോഗ്രാഫ് വാങ്ങണോ, ഭയങ്കര ബഹളം. അന്നേരം ഞാൻ ചോദിച്ചു എന്ത് ഇത്ര ഇമോഷണലാണോ ഒക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു കുട്ടിക്ക് എത്ര വയസ്സായി ചോദിച്ചു. അപ്പൊ അതിന് ആ കുട്ടി 10-12 വയസ്സായിട്ടുള്ളൂ. ഞാൻ പറഞ്ഞത് 32 കൊല്ലം മുമ്പേ നടന്ന കാര്യമാണ്. ഹൗ ഡു യു നോ ഹർ? കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞ് ഷീസ് മിസ്സിങ് ഹർ. അപ്പൊ ഞാൻ ആലോചിക്കുക, ഇത് ഒന്നാമത് ഇത് നമ്മുടെ സിൽവർ സ്ക്രീനിന്റെ മാജിക്കാണ്. സത്യം. വൺസ് യു ആർ ഇൻ ദ ഫിലിം, whole world will remember you. അല്ലേ? You know it, right? അപ്പൊ ശരിക്കും അമ്മ ഫിലിമിലേക്ക് വന്നു. അമ്മ എത്ര ഫിലിം ചെയ്തു അമ്മ? ഞാനിപ്പോ എനിക്ക് 35-40 ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ബിഫോർ ഒന്നും ചെയ്തിട്ടില്ല. ഇല്ല, അത് ചെയ്തു. നക്ഷത്രങ്ങളിരിക്കുമ്പോ മഞ്ഞപ്രസാദത്തിന്റെ പാട്ട് തുടങ്ങുമ്പോ കാണാൻ എന്നെ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ ഇനി ഒന്നുകൂടെ നോക്കട്ടെ. കാണട്ടോ, ചെറുപ്പക്കാരി ഇരിക്കുന്ന കാണാം. ഒരു ചെറുപ്പക്കാരി അവിടെ ഇരിക്കണം. വിനീതിന്റെ മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ ഭജന പാടാൻ ഒരു ചെറുപ്പക്കാരി ഇരിക്കണം. ഞാൻ അതെല്ലാരും ഞങ്ങൾ ഒന്നുകൂടെ നോക്കാട്ടോ. ഞാൻ ചോദിക്കൊന്നുമില്ലേ ശരിക്കും മോനിഷ എങ്ങനെ ഫിലിമിലേക്ക് വന്നത്? മനുഷ്യ വന്നത് അത് എന്റെ മോഹത്തെ എനിക്ക് എന്റെ മെന്റൽ പ്രൊജക്ഷൻ ആയിരിക്കും. അങ്ങനെ മനുഷ്യ. എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് മോനിഷയുടെ വിശേഷങ്ങളും ബാക്കി വിശേഷങ്ങളും ഭക്ഷണം കഴിച്ചുകൊണ്ടായാലോ? കുഴപ്പമില്ല. ഓക്കെ അമ്മ, സമയമായി, ഭക്ഷണത്തിന് സമയമല്ലേ. അപ്പൊ ഇനി അമ്മ എങ്ങനെ മോനിഷ ഫിലിമിലേക്ക് വന്നതെന്നൊന്ന് പറഞ്ഞുതരോ? മനുഷ്യ ഫിലിമിലേക്ക് അറിയാലോ, ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അമ്മ ആരോട് അപ്രോച്ച് ചെയ്തില്ല. ഞാനെങ്ങനെ മനുഷ്യക്ക് ഒരു 10-14 വയസ്സായപ്പോ ഞങ്ങൾ രാവിലത്തെ തിരക്കും ഇങ്ങനെ നടക്കും. അപ്പൊ ഉണ്ണിയേട്ടൻ ഒരു ഫോൺ കോൾ വരുന്നു, വാസുവേട്ടൻ്റെ MT-നെ. പറഞ്ഞു ഞാൻ MT ആണ്. ഞാനാ ഫോൺ എടുത്ത്. അപ്പൊ പറഞ്ഞു ഉണ്ണി ഉണ്ടോ അവിടെ ചോദിച്ചു. അപ്പോഴേക്കും ഉണ്ണിയോട് സംസാരിച്ചു. അപ്പൊ ഇങ്ങനെ ഞാനും ഹരിഹരനും കൂടി ഒരു പടം എടുക്കുന്നുണ്ട്. അതിൽ എന്താ മകളെ ഒന്ന് അഭിനയിപ്പിച്ചാൽ എന്താ? അപ്പൊ ഞാനങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, എന്താ ഈ പറയണത്. അപ്പൊ അങ്ങനെ അല്ല ആലോചിക്കാം,
മൂപ്പര് കുറച്ചേ സംസാരിക്കലു എന്നെ, ഒരു ഫ്യൂ വേർഡ്സാ ഉണ്ണേറുടെ. അപ്പോൾ ആലോചിക്കാം, ആ പറയാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞത് വാസേട്ടൻ അവർ MT വാസുവിനാരും ഹരിഹരനും കൂടി ഒരു പടം ചെയ്യുന്നുണ്ട്, അതിൽ മോളെ അഭിനയിപ്പിക്കണമെന്നാ ചോദിക്കണത്, അഭിനയിപ്പിക്കാമോ എന്നാ ചോദിക്കണത്. എനിക്ക് തുള്ളി ചാടാൻ, എനിക്ക് എന്താ ചെയ്യണ്ടെന്ന് എന്തായാലും നോവില്ല. ഏയ് എന്റെ ഭാഗത്ത് നോവരെ. എനിക്കാണെങ്കിൽ ഈ കുട്ടിയെ നല്ല ടാലന്റഡാ ചെറുതാവുമ്പഴേ. അപ്പൊ അതിങ്ങനെ അവളെങ്ങനെ സിൽവർ സ്ക്രീനിൽ കാണുക എന്ന് പറഞ്ഞാൽ മതി ജീവിത സാഫല്യം എനിക്ക്. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കുഴപ്പമില്ല, ചെയ്യാം എന്നാ. അവളുടെ ക്ലാസ്സൊക്കെ ഒന്ന് നോക്കണം, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാ ശരി, എന്നാ അങ്ങനെ അവന് വെച്ചു. എന്നാ ഹരിഹരൻ അങ്ങോട്ട് വരും, എന്താ പറഞ്ഞ, എന്നാ ഹരിഹരൻ അങ്ങോട്ട് വരും, അവളെ കാണാം, സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്ന് വീട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയം. അപ്പൊ ഞങ്ങൾ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹം വന്നു ഒരു ദിവസം രാവിലെ. അത് വന്ന് ഉണ്ണേണ്ട പിറന്നാളുടെ എന്നാ. അപ്പൊ ഇവള് ബിഷപ്പ് കോട്ടൺസിൽ പഠിക്കുക, 7th സ്റ്റാൻഡേർഡിൽ. ബിഷപ്പ് കോട്ടണിൽ യൂണിഫോം ഒക്കെ ഇട്ട് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ് ആണ്, ഒരു നോ നോൺസെൻസ്. ഞാൻ ഞങ്ങൾ മുകളിലെ ഫസ്റ്റ് ഫ്ലോറിലാ, കൂണി ഇറങ്ങി ഓടി ഒരു ഓട്ടം എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഇവളെ പിടിക്കാൻ പകുതി ഇറങ്ങി നടക്കുകയാണ്, ഓട്ടിപ്പോയി ഞാൻ കെട്ടിപ്പിടിച്ച. പിന്നെ അമ്മ എന്താ കാണിക്കരുത്, വാ വാ, അയ്യോ മറ്റേ ഹരിഹരൻ പോവാ, നമുക്ക് പോവാ, എന്താ വാങ്ങിക്കൂ. നോ 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 ഐ കാൺ ഡു ഓൾസോ, ഐ ടു ഗോ ടു മൈ സ്കൂൾ. കാരണം എല്ലാം സെറ്റ് ചെയ്തിരിക്കല്ലേ കുറെ കാര്യങ്ങള്. ഞാൻ പറഞ്ഞ അമ്മ പൊന്നു മോളല്ലേ വരാം. പിന്നെ ഞാൻ പറഞ്ഞ വേഗം കുറച്ച് കഴിഞ്ഞ് എന്റെ മുഖത്തേക്ക് ഇങ്ങനെ കാണിക്കും. എന്നിട്ട് വരും, പിടിച്ചു വന്നിട്ട് ദേഷ്യം വന്നിട്ട് അയ്യാ ഞാൻ മോളെ യൂണിഫോം വേണ്ട, എന്തെങ്കിലും ഒരു പാവാടയും ബോസിട്ടിട്ട് നിൽക്കുക, പിന്നെ ഹരിഹരൻ വരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചു. അവിടെ നിർബന്ധിച്ചിട്ട് ഒരു ചുരിദാർ ഇട്ടിട്ട് ഹരിഹരൻ അത് പറഞ്ഞു. അത് വെച്ച് ഹരിഹരൻ കയറി വന്നു. ഉണ്ണി അവിടെ ഉണ്ടായിരുന്നു, വല്യമ്മ ഉണ്ടായിരുന്നു, അപ്പൊ എല്ലാവരും ഉണ്ട്. അപ്പൊ ഇവളവിടെ വാതിലുണ്ടാവില്ലേ, ബെഡ്റൂമിന്റെ വാതിൽ, ഹോളിന്റെ ഒരു ബെഡ്റൂമിന്റെ വാതിലിന്റെ മുകളിൽ താഴെ ഇവള് ഇങ്ങനെ മുഖം വീർപ്പിച്ചിട്ട് ഇരിക്കണത്. ഇതാണ് ഇത്ര കണ്ടത് ആദ്യം ഇവളെ കാണുമ്പോ മുഖം വീർപ്പിച്ച് ദേഷ്യപ്പെട്ടിട്ട് എന്നെ ഇങ്ങനെ തുറച്ചു നോക്കണുണ്ടായിരുന്നു അവള്. അപ്പൊ മനസ്സിലായി ഇതാണ് എന്റെ ഗൗരി, അത്ര ഇതാണ് MTയുടെ ഗൗരി, ഇതാണ് ഞങ്ങളുടെ നായിക എന്ന് ഞാൻ അന്ന് മനസ്സ് കുറിച്ചിട്ടതാ അവളെ എന്ന് പറയാൻ ആര്യായിരുന്നെന്ന്. അങ്ങനെ പിന്നെ വാ മോളെ വാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ എണീറ്റു. അനുസരണുള്ള കുട്ടിയാ. വാ വാ എന്തൊക്കെയാണ് വിശേഷം കേൾക്കട്ടെ എന്നൊക്കെ വെച്ച് സംസാരിക്കാൻ. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു ഒരു മുണ്ടും വേഷ്ടിട്ടിട്ട് വരാം, മുണ്ടും ബ്ലൗസ് ഇട്ടിട്ട് വരാന്ന്. അവക്ക് അത് രണ്ടാമത്തെ ദൃശ്യം. അല്ല ഉടുപ്പില്ല, മുണ്ടും ബ്ലൗസൊക്കെ എനിക്ക് മുണ്ടൊന്നും കൊടുക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ, അപ്പൊ ഞാൻ മോളെ ഞാൻ സോപ്പിടുന്ന പണി വല്യമ്മ അടുക്കളയൊക്കെ നോക്കിക്കോളെ, ഞാൻ മോളെ പ്ലീസ്, നല്ല കുട്ടിയല്ലേ നമ്മുടെ കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. എന്നിട്ട് വന്നു. ഞാൻ പറഞ്ഞ കേൾക്കും, എന്നോട് അനുകമ്പയാണ്. പിന്നെ അമ്മ പാവല്ലേ എന്ന് തോന്നുന്നു, അങ്ങനെ ഒന്റെ കുട്ടിയല്ലേ നമ്മുടെ കുട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ വരും. വന്നു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് എടുത്ത് കഴിഞ്ഞു, ഈ ജമ്പർ ഭയങ്കര ടൈറ്റാണ്, ഞാനിത് ഇടില്ലയോ, ഇതൊന്നും ഞാൻ ഇടില്ല, അത് നിൽക്കോ, ഇതാ ഭയങ്കര ബഹളം. അപ്പൊ ആരും കേൾക്കുന്നുണ്ട് ഈ ബഹളം. അച്ഛൻ വന്ന സമയം മോളെ ഒന്നും കുഴപ്പമില്ല, നല്ല ഭംഗിയുണ്ട് കാണാൻ, നോക്ക് എത്ര നല്ല ഭംഗിയുണ്ട് തന്നെ കാണാൻ, നോക്ക് കണ്ണാടിയില് മുണ്ടും ബ്ലൗസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്, അന്തസ്സുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇന്നെ ഇഷ്ടപ്പെട്ടു. അച്ഛൻ വെറുതെ ഞാൻ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവസാനം പുറത്തേക്ക് ഞാൻ പറഞ്ഞ മോളെ അവര് നന്നായിണ്ടല്ലോ എന്ന് പറഞ്ഞ കാര്യത്. ഇത് മതി. അപ്പൊ എന്നിട്ട് ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറെ തന്നെ വിളിച്ച് അവിടുന്ന് ഫോട്ടോസ് എടുത്ത്, വീട്ടിന്റെ അവിടെ നിന്ന് തന്നെ ഫോട്ടോസ് എടുത്ത് അത് പ്രിന്റ് എടുത്തിട്ട് അദ്ദേഹം വൈകുന്നേരം പോകുമ്പോ എയർപോർട്ടിൽ കൊണ്ടു കൊടുത്തു. അന്ന് പ്രിന്റ് എടുക്കണല്ലോ. അങ്ങനെ വന്നിട്ടാണ് പിന്നെ മലയാളി പ്രേക്ഷകർക്ക് മുനീഷയെ കിട്ടി. അങ്ങനെയാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഞാൻ വിളമ്പി തരട്ടെ? അങ്ങനെ ഉണ്ട്. ഞാൻ ഇപ്പൊ പറയാം, ഞാനൊരു നല്ല കുക്കാണെന്ന് എനിക്ക് അഹങ്കാരമുണ്ട്. എനിക്കില്ല നല്ല കുക്കേ അല്ല. നന്നായിട്ടുണ്ട്, മുഖസ്തുതി ഒന്നല്ല. ഞാനിപ്പോ ഇത് കാപ്സിക്കം മാത്രമല്ല, കാപ്സിക്കം ഉണ്ട്, അത് തന്നെ ഞാൻ കഴിച്ചു. എനിക്ക് വേഗം കിട്ടി ടേസ്റ്റ്, വെരി നൈസ്. ആയിട്ട് ഞാൻ പനീർ വെച്ചോക്കട്ടെ. പ്രേക്ഷകരോട് പറയുന്നു, ഇത് കഴിക്കാൻ തോന്നും, കൊതി തോന്നുന്നുണ്ട്.
എനിക്ക് കൊതിയിട്ടില്ലല്ലോ. ഞാൻ ഇപ്പൊ ഒരു കഥ പറയട്ടെ. പറയൂ. കഥയല്ല, സിനിമയത്തെ കാര്യ. ഒരിക്കൽ ഇതുപോലെ ഭക്ഷണം കഴിക്കണേ ശ്രീന് നാടൻ, ഞാനല്ല അഭിനേത്രി, വേറെ ആളാണ്, ഒരു സ്ത്രീയാണ്, എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഫ്രണ്ടാണ്, പിന്നെ സൂപ്പർ ഡയറക്ടറാണ്, പേര് ഞാൻ പറയുന്നില്ല, നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഒരു വലിയൊരു ലെജൻഡറി കാരണവർ ഡയറക്ടർ, പിടി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഭക്ഷണം കഴിക്കണത് അവർ ഭക്ഷണം കഴിക്കണു, സദ്യ ഇരുന്നു. അപ്പം അവർ സിറ്റി ബ്രെഡാണ് ആ സ്ത്രീ. അപ്പോൾ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഭക്ഷണം കഴിക്കണായിട്ട് വിറക നാച്ചുറലാണ്, ശ്രദ്ധിച്ചിട്ട് നോക്കും, അടുത്ത ഒരു ക്ലിപ്പിംഗ് ഇട്ട് നോക്കും. അദ്ദേഹം അങ്ങനെ കഴിക്കണതാണ്. നമ്മുടെയൊക്കെ നാട്ടിലെ എല്ലാ കാരണന്മാരും അങ്ങനെ ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് കഴിക്കും. പക്ഷെ അത് ആസ്വദിച്ച് സ്വാദോട് കൂടി ചവച്ച് ഇറക്കി കഴിക്കണം. സത്യം. അത്രയും ചവച്ചാൽ മാത്രമേ ദഹനം പെട്ടെന്ന് നടക്കുള്ളൂ. അല്ലേ? അപ്പൊ ഇവര് പാവം എന്താ, ഞാൻ അഭിനയിച്ച് കാണിച്ചത്, എന്നത് ഇതെങ്ങാനും കണ്ടാ എന്നെ കൊല്ലും. ഇതാ ഇങ്ങനെ എടുത്താല് ചോറാന്ന് ചോദിച്ചോളൂ, ചോറ് ഇതല്ല കേട്ടോ. അങ്ങനെ കഴിക്കണം പാവം, അത് അങ്ങനെ അറിയുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ ഇവര് ഇങ്ങനെ ഭക്ഷണം കഴിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയല്ല, അങ്ങനെ ചവച്ചിട്ടൊക്കെ പറഞ്ഞു തരാണ്ട് എനിക്ക് എങ്ങനെ അറിയാം, ഞാൻ അങ്ങനെയാണല്ലോ കഴിക്കുന്നേ. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോ നമുക്ക് എന്താ, വി ആർ ഓൾ ട്യൂട്ടേഡ്, ടേബിൾ മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈകൊണ്ട് കഴിക്കണേ, സായിപ്പന്മാര് കൈകൊണ്ട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ട് ഇപ്പൊ അവര് പറഞ്ഞു കയ്യിന്റെയും ദേഹത്തിൽ കൂടി കണക്ഷൻ വേണം, അതുകൊണ്ട് നിങ്ങൾ കൈകൊണ്ട് കഴിക്കണം. എന്തായാലും അമ്മ, ഞാൻ വിളിച്ചപ്പോ അമ്മ എന്റെ ഈ ഒരു ആനീസ് കിച്ചണിൽ വന്നു. ഐ എം സോ ഹാപ്പി. ഒരു അമ്മയെ പോലെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. സോ താങ്ക്ഫുൾ. എനിവേ, താങ്ക് യു വെരി മച്ച് അമ്മ. ഞാൻ എന്നും കാണാറുള്ള ഒരു ഷോ കൂടിയാണ്. അതിന് വളരെ ഭംഗിയായിട്ട് അമൃത ടിവിക്കും ആനിക്കും ആനീസ് കിച്ചണും എൻ്റെ എല്ലാ ഭാവുകങ്ങളും. അമ്മയുടെ വിശേഷങ്ങൾ ഈ പറഞ്ഞ പോലെ തീരില്ല. അമ്മമാര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പെൺമക്കൾക്ക് പറയാൻ കാണും. എന്ന് പറഞ്ഞ പോലെ അമ്മയുടെ കൂടെ ഇരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയാൻ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സമയം ഇങ്ങനെ കുറച്ചുള്ളത് കൊണ്ട് ഒത്തിരി വിശേഷങ്ങൾ ഇച്ചിരി സമയം കൊണ്ട് തീർക്കണ്ടേ. അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചിൽഡ്രൻ, ഗുഡ് ബൈ. Annie's Kitchen. Let's cook with love.